എങ്ങനെയാണ് ദൈവത്തിൻ്റെ അച്ഛനാകാൻ ഒരാൾക്ക് കഴിയുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആള് അതിന്റെ പിതൃസ്ഥാനീയനൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രാണൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകണം ഇദ്ദേഹം അവിടെ തന്ത്രം നടത്തുമ്പോൾ. അപ്പൊ അദ്ദേഹം പ്രാണത്യാഗമൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ, അതായത് ദേവന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരാൾ മാത്രമാണ് പുരോഹിതൻ. പരശുരാമനാണ് നിയോഗിച്ചത്, അല്ലാതെ ഗവൺമെന്റോ അധികാരികളോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇനി മാറ്റാനുള്ള അധികാരം പരശുരാമന് മാത്രമേ ഉള്ളൂ. തന്ത്രിക്കും ശാന്തിക്കും ഒക്കെയുള്ള ഒരു മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ MBBS കഴിഞ്ഞിട്ടുള്ള ഫിസിഷ്യനും MD കഴിഞ്ഞിട്ടുള്ള സർജനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ശർമാജി, അതേപോലെ ഈ മന്ത്രം, തന്ത്രം, എന്തിനാണ് മന്ത്രം, അല്ലെങ്കിൽ ആരാണ് തന്ത്രി, അതേപോലെ തന്നെ ആരാണ് പൂജാരി, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? മന്ത്രത്തിന്റെ പ്രമാണം മനനാദ് ത്രായതേ ഇതി മന്ത്ര എന്നാണ്. അതായത് മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നത് എന്താണോ അതാണ് മന്ത്രം. മന്ത്ര ശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ മന്ത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീജാക്ഷരങ്ങളോടുകൂടിയ ഒരു കുറച്ച് വാക്കുകളുടെ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂട്ടമാണ്. അക്ഷരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നാശമില്ലാത്തത്, ക്ഷയമില്ലാത്തത് എന്തോ അതാണ് അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജപിക്കുന്ന ആൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ ഊർജങ്ങളുടെ ഇരിപ്പിടങ്ങൾ ഇരിക്കുന്നത് അക്ഷരങ്ങളുടെ ഭാവത്തിലാണ്, അക്ഷരങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ. അപ്പോൾ ഈ ഓരോ പ്രത്യേക തരത്തിലുള്ള ബീജാക്ഷരങ്ങൾ കൊണ്ട് നിരന്തരമായി നമ്മൾ ജപം നടത്തുമ്പോൾ നമ്മളുടെ ഏത് ഭാവത്തെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഭാവത്തിൻ്റെ മന്ത്രരൂപം, അതായത് ഒരു ദേവൻ്റെ രൂപമാണ്, മന്ത്രരൂപമാണ് അക്ഷരം എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങളുടെ കൂട്ടമാണ് ആ ദേവത്തിൻ്റെ പൂർണ്ണരൂപം, ദേവൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ആ മന്ത്രരൂപത്തിനെ നമ്മൾ സാധന ചെയ്യുന്നതോടുകൂടി ആ ശക്തിവിശേഷങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണർന്നു വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഊർജ സ്രോതസ്സുകളും ഊർജ കേന്ദ്രങ്ങളും നമ്മുടെ ശരീരത്ത് ഉണരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിവിടെ മൂലാധാരങ്ങൾ മുതൽ, അവിടെ ഈ ക്ഷേത്രത്തിലും നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഈ ആധാര പ്രതിഷ്ഠയാണ്, ഷഡാധാര പ്രതിഷ്ഠയാണ്. ആ ഷഡാധാരം തന്നെയാണ് നമ്മുടെ ശരീരത്തും കൂടികൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആധാര ചക്രങ്ങൾക്കും വേണ്ട മൂലാക്ഷരങ്ങളും മൂല മന്ത്രങ്ങളുമുണ്ട്. ആ സാധന ചെയ്യുന്ന ഒരു സാധകന് തൻ്റെ ആധാര ചക്രങ്ങളെ ഒന്നൊന്നായി ഉണർത്തി അവന് ദേവതാഭാവം ഉണ്ടാകുവാനായി സാധിക്കും എന്നുള്ളതാണ് മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം. നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ആവർത്തിച്ച് നമ്മൾ പറയുന്നതോടുകൂടി അതിൻ്റെ ഭാവത്തോട് സങ്കല്പം ചെയ്ത്, അതെന്താണോ ആ ഭാവം സങ്കല്പം ചെയ്ത് അതിൻ്റെ അക്ഷരങ്ങൾ നിരന്തരമായി പറയുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാളിലേക്ക് ഈ ഭാവം കടന്നു വരുമെന്നുള്ളതാണ്. കാരണം അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന ഒരു വാക്ക് കൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ മാനസിക നിലയെ തെറ്റിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരാൾക്ക് സാന്ത്വനം കൊടുക്കാൻ സാധിക്കുന്നതും നമ്മുടെ ഈ വാക്കുകൾ കൊണ്ടാണ്. ആ വാക്കുകൾക്ക് എത്രയോ അധികം ഊർജ്ജമുണ്ട് എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് വാക്കിനെ കൊണ്ട് സാധിക്കും, ഒരാളെ വ്രണപ്പെടുത്താൻ കൊണ്ട് സാധിക്കും, ഒരാളെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വാക്കുകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരം വാക്കുകൾക്കും ആ വാക്കിലടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾക്കും അതിൻ്റെ ഭാവങ്ങൾക്കും ഉണർത്തുവാൻ, ഓരോ വാക്ക് പറയുമ്പോഴും ഒരാളുടെ ഉള്ളിൽ അതിന് സമാനമായ ഭാവങ്ങൾ ഉണരുന്നു എന്നുള്ളതാണ്. ഒരു ഭദ്രകാളിയുടെ മന്ത്രമാണ് ഇപ്പോൾ നമ്മൾ ജപിക്കുക എന്ന് വയ്ക്കുക. അപ്പോൾ ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുമ്പോൾ ആ ഭദ്ര എന്ന ഭാവത്തിലേക്ക്, ഭദ്ര എന്ന രൂപത്തിലേക്ക് ഇയാളുടെ ഉള്ളിലെ ആ ശക്തി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരാളുടെ വൈവിധ്യമാർന്ന ശക്തികൾ ഒരാളിലുണ്ട്. അയാൾക്ക് ആവശ്യമുള്ള ഏത് ഭാവമാണോ ഉണർത്തേണ്ടത് ആ ഭാവത്തിലുള്ള ദേവതയുടെ ബീജാക്ഷരങ്ങൾ ജപിക്കുന്നതോടുകൂടി ആ ഭാവത്തിലേക്ക് ഇയാൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ തലച്ചോറിലുള്ള ആ നെർവസ് സിസ്റ്റം, ന്യൂറോ സിസ്റ്റങ്ങൾ റീവയറിങ് ചെയ്യുവാനായിട്ട് ഈ ശബ്ദ ഊർജത്തിന് സാധിക്കും, ആ ഭാവചിന്തയ്ക്ക് സാധിക്കും, അയാളുടെ സങ്കല്പത്തിന് സാധിക്കും. ആ പ്ലാസ്മാസിറ്റി അല്ലെങ്കിൽ ആ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് ഈ ന്യൂറോണുകൾ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ ന്യൂറോണുകളുടെ വ്യതിയാനങ്ങളും ന്യൂറോണുകളുടെ മാറ്റങ്ങൾക്കും സാധ്യമാകുന്ന ഒന്നാണ് ഈ മന്ത്രജപം. അതുകൊണ്ട് തന്നെ മന്ത്രജപത്തോടു കൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമൂലമായ അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ മന്ത്രജപത്തിന് സാധിക്കും എന്നുള്ളതാണ്.
അത് സമാനമായ ഭാവം സ്വാംശീകരിക്കപ്പെടുന്നത് ആ മന്ത്രമൂർത്തിയായിട്ടായിരിക്കും എന്നുള്ളതാണ് മന്ത്രജപത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്ത്രി ആരാണ് എന്നുള്ളതാണ്. പൂജാരി ആരാണ് എന്നുള്ളതാണ്. പലപ്പോഴും തന്ത്രിയും പൂജാരിയും തമ്മിൽ തിരിച്ചറിയുവാനോ അല്ലെങ്കിൽ അവരെ തമ്മിൽ വ്യത്യസ്തമായി കാണാനോ സാധാരണ ഭക്തന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ്. തന്ത്രി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദേവതയുടെ ഭാവത്തെ തൻ്റെ ഗർഭത്തിൽ ഉൾക്കൊണ്ട്, അതായത് ഒരു തന്ത്രി ഒരു പ്രതിഷ്ഠ നടത്താൻ പോകുമ്പോൾ അതിൻ്റെ ധ്യാനഭാവങ്ങൾ സ്വയം സ്വാംശീകരിച്ച് തൻ്റെ മൂലാധാര ശക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദേവതയുടെ ശക്തിയെ തൻ്റെ തപസ്സുകൊണ്ട് തൻ്റെ ജപം കൊണ്ട് അതിനെ ഉണർത്തിയെടുത്ത് അതിനെ ഒരു പ്രാണരൂപവും മൂർത്തിരൂപവും പ്രാപ്തമാകുന്ന രീതിയിലേക്കാക്കി അതിനെ ഈ ബിംബത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രിയെ സംബന്ധിച്ച് ആ തന്ത്രിയുടെ പ്രാണൻ്റെ ഒരു അംശമാണ് ഈ ദേവതയിലൂടെ അല്ലെങ്കിൽ ആ ദേവതയുടെ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ദേവതാഭാവത്തിലേക്ക് ജീവൻ പകർന്നു കൊടുക്കുന്നത് തന്ത്രിയുടെ ആത്മശക്തിയാണ്. അതുപോലെ സാധനാശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാണശക്തിയാണ്. ആ പ്രാണശക്തിയെ തൻ്റെ നിധാന കർമ്മങ്ങൾ കൊണ്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരാളാണ് ഈ പൂജാരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു എൻജിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ഒരു യന്ത്രം ഉണ്ടാക്കുന്ന ഒരു എൻജിനീയറും ആ യന്ത്രം നിരന്തരം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ യന്ത്രത്തിന് യന്ത്രമാക്കി മാറ്റുകയും യന്ത്രത്തിന് യാന്ത്രിക ഊർജം പ്രദാനം ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് അതിനെ പ്രാപ്തമാക്കുന്ന ഒരാളാണ് എൻജിനീയർ എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണഭാവത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ഊർജം പല രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണ് അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നൊരു ചർച്ചയാണ്. ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്ഥാനവും മേൽശാന്തിക്ക് അമ്മയുടെ സ്ഥാനവുമാണ് ഉള്ളത് എന്ന് പറയുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതിനെതിരെ പ്രതികരിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അച്ഛനാകാൻ ഒരാൾക്ക് കഴിയുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അച്ഛൻ അതിൽ പ്രതിഷ്ഠ നടത്തുന്നു, പിന്നീട് തായ് വഴിയിൽ ഞാൻ അതിൻ്റെ തന്ത്രിയായിട്ട് വരുമ്പോൾ അച്ഛനാണ് പ്രതിഷ്ഠ നടത്തിയത്, അപ്പോൾ അച്ഛനല്ലേ അതിൻ്റെ സ്ഥാനീയൻ എന്ന് പറയുന്നത്. നമ്മൾക്കതിൻ്റെ സ്ഥാനമില്ലല്ലോ, തായ് വഴി കിട്ടിയതാണ്. പിന്നെ അമ്മയുടെ സ്ഥാനമാണ് പൂജാരിക്ക് എന്ന് പറയുമ്പോൾ പൂജാരിമാരിങ്ങനെ മാറി വരും. അപ്പോൾ അമ്മമാരിങ്ങനെ മാറി വരുമോ എന്നുള്ള ചോദ്യവും അതേപോലെ തന്നെ പ്രസക്തമാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തന്ത്രി പിതൃഭാവത്തിലാണ് എന്നുള്ളത് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാദഗതി മാത്രമാണ്. അതിൽ നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കള്ളക്കഥകളും നുണക്കഥകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പല ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അവിടുത്തെ സ്ഥാനീയരുടെ അവകാശങ്ങളും എന്നൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഭാഗങ്ങളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു അപഹാസ്യമായ ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് തന്ത്രി എന്ന് പറയുന്ന ആള് അതിൻ്റെ പിതൃസ്ഥാനീയനൊന്നുമല്ല. തന്ത്രി അതിൻ്റെ അച്ഛനൊന്നുമല്ല. തന്ത്രി അവിടുത്തെ ഏതോ ഒരാളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഊരായ്മക്കാരൻ്റെയോ ക്ഷേത്ര ഭാരവാഹികളുടെയോ താല്പര്യപ്രകാരം ഒരു ക്ഷേത്രത്തിന് ജീവൻ പകർന്നു കൊടുക്കുന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവൻ വയ്പ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യുന്ന ആൾ മാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിതാവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലായിരിക്കണമായിരുന്നു അവിടെ ദേവത നിൽക്കേണ്ടത്. പിതാവാണെങ്കിൽ ആ പുത്രന് ഈ പിതാവിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകണം. കാരണം ഒരു ഈശ്വരന്റെ പിതാവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അയാൾ ഈശ്വരനായിരിക്കണമല്ലോ. ഒരു മനുഷ്യന് ഈശ്വരന്റെ പിതാവായിട്ട് മാറാനായിട്ട് യാതൊരു കാര്യത്തിലും ഉണ്ടാകില്ല. ഇയാൾ പ്രതിഷ്ഠിക്കുന്ന ദേവത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ തന്ത്രിയുടെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനായിരിക്കണം ആ ബിംബത്തിലുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവനായിരിക്കണം. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇതിനൊരു പ്രോസസ്സ് ചെയ്യുന്ന ആൾ മാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. തന്ത്രി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എന്താണ്? ഈ പ്രപഞ്ചശക്തിയെ തൻ്റെ പ്രാണശക്തിയിലൂടെ കൊണ്ടുവന്ന് അതിനെ ആ ഉള്ളിലേക്ക് കൊണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാണൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകണം ഇദ്ദേഹം അവിടെ തന്ത്രം നടത്തുമ്പോൾ. അപ്പോൾ അദ്ദേഹം പ്രാണത്യാഗമൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ചെയ്യുന്നൊരു പ്രോസസ്സ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ ഈ പ്രാണനെ കടത്തിക്കൊണ്ടുപോയി അതിന് ഭാവങ്ങൾ കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ജോലി മാത്രമാണ് അദ്ദേഹം
അവിടെ നിർവഹിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് പിതൃസ്ഥാനീയൊന്നുമില്ല, പുരോഹിത സ്ഥാനമാണ്. എന്താണ് പുരോഹിത സ്ഥാനം? ആ ദേവന്റെ പുരോഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആരാണോ അതാണ് പുരോഹിതൻ. ആ പുരോഹിത ഭാവമാണ് തന്ത്രിക്കുള്ളത്. അതായത് ദേവന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരാൾ മാത്രമാണ് പുരോഹിതൻ. പുരോഹിതന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കേണ്ട ആളല്ല ദേവൻ. അതുകൊണ്ട് പുരോഹിതന് ദേവന്റെ മേൽ അതിനേക്കാൾ കൂടുതലായി അമിതമായിട്ടുള്ള ഒരു അധികാരവും അവിടെ ഇല്ല. തന്ത്രിയെ മാറ്റാനുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പൊ തന്ത്രിയെ മാറ്റാനും തന്ത്രശാസ്ത്രത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്ത്രി എന്ന് പറയുന്നത് അവസാന വാക്കുമല്ല, തന്ത്രി എന്ന് പറയുന്നത് അവിടുത്തെ അവസാനത്തെ വ്യക്തിയുമല്ല. തന്ത്രിയെ മാറ്റി അഹിതമായി തോന്നുകയാണെങ്കിൽ, ദൈവപ്രശ്നം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേവൻ അഹിതമായി ഈ തന്ത്രിയെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ തന്ത്രിയെ മാറ്റി പുതിയൊരു തന്ത്രിയെ അവിടെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ ഉള്ളതോളം കണ്ട് തന്നെ അപ്പോ കാലാകാലങ്ങളായി വച്ചനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് തന്ത്രിക്ക് പിതൃസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ പിതൃസ്ഥാനം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പിതാവിന് അവിടെ സ്ഥാനം ഇല്ലാതെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പിതൃസ്ഥാനം എന്ന് പറയുന്നത് ആ കാലാകാലങ്ങളായി തങ്ങൾക്ക് വച്ച് അനുഭവിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടുകഥകൾ മാത്രമാണിത്. തന്ത്രിയെ മാറ്റാൻ പാടില്ലാതെയൊന്നുമില്ല. തന്ത്രിയെ മാറ്റിയ പല സംഭവങ്ങളും ഉണ്ട്. തന്ത്രിയെ പല ക്ഷേത്രങ്ങളിലും മറ്റ് ആൾക്കാർ തന്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ കഥ ഉണ്ടായത്. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നും അതിനുശേഷം ഈ പരശുരാമൻ ഞങ്ങൾക്കിങ്ങനെ ഒരു നീട്ടൂരം തന്ന് നിങ്ങളാണ് ഇവിടുത്തെ തന്ത്രി എന്ന് പരശുരാമനാൽ കൽപ്പിതമായിട്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങൾ എന്നും, അതുകൊണ്ട് തന്നെ ഈ പരശുരാമനാണ് നിയോഗിച്ചത്, അല്ലാതെ ഗവൺമെൻറ്റോ അധികാരികളോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇനി മാറ്റാനുള്ള അധികാരം പരശുരാമന് മാത്രമേ ഉള്ളൂ. നിലവിൽ പരശുരാമൻ ഇല്ലാത്തിടത്തോളം കാലം ഞങ്ങളെ മാറ്റാനും ഇവർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു കഥയുണ്ടാക്കി വെച്ചതാണ് ഈ പറയുന്ന തന്ത്രിക്ക് പിതൃസ്ഥാനം എന്ന് പറയുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്തുള്ള മറ്റൊരു ചോദ്യമാണ്, മന്ത്രത്തിനാണോ ശക്തി അതോ തന്ത്രിക്കാണോ ശക്തി? കാരണം മന്ത്രം ഉപയോഗിക്കുന്ന ആരാണോ അയാളാണ് തന്ത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രത്തിനാണോ ശക്തി അതോ തന്ത്രിക്കാണോ ശക്തി? തീർച്ചയായിട്ടും മന്ത്രമാണ് തന്ത്രിക്ക് ശക്തി കൊടുത്തത്. മന്ത്രമില്ലാതെ തന്ത്രിക്ക് യാതൊരു ശക്തിയുമില്ല. അപ്പോൾ മന്ത്രത്തിന് തന്നെയാണ്, മന്ത്രസാധനയ്ക്ക് തന്നെയാണ് ശക്തി. ഈ തന്ത്രി എന്ന് പറയുന്ന വ്യക്തി ജന്മം കൊണ്ട് തന്ത്രിയായതല്ല, മന്ത്രസാധന കൊണ്ട് തന്ത്രിയായതാണ്. അപ്പൊ മന്ത്രസാധനയാണല്ലോ തന്ത്രിയാക്കിയത്. സിദ്ധി ഇല്ലാത്തവൻ തന്ത്രിയാകില്ലല്ലോ. മന്ത്രസിദ്ധി ഇല്ലാത്തവൻ തന്ത്രിയാകില്ല. പേരിന് തന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബക്ഷേത്രത്തിലൊരു ചെറിയ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടോ ഈ നാഗപ്രതിഷ്ഠ നടത്തിയിട്ട് ഞാൻ പ്രതിഷ്ഠ നടത്തിയ ആളായി ഇനി ഞാൻ തന്ത്രിയാണ് എന്നുള്ള ഭാവത്തിൽ ഒരു ഇത് നമ്മളിപ്പോൾ ഈ തന്ത്രിക്കും ശാന്തിക്കും ഒക്കെയുള്ള ഒരു മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ MBBS കഴിഞ്ഞിട്ടുള്ള ഫിസിഷ്യനും MD കഴിഞ്ഞിട്ടുള്ള സർജനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അപ്പം അതുകൊണ്ട് ഈ പലരും MBBS കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ MSO MD എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം അതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് ശാന്തിക്കാരൻ എങ്ങനെയാണെങ്കിലും സൗജന്യമായിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഓടിപ്പോയി ഒരു പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ട് പേരിൻ്റെ മുമ്പിൽ തന്ത്രി എന്ന് കൂടെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് തന്ത്രിക്ക് മാർക്കറ്റ് കൂടുതലാണ് ഇന്നത്തെ ഈ ആത്മീയ ജീവിതത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ആകുന്ന ഒരുപാട് വ്യാജതന്ത്രിമാരെ നമുക്കറിയാം അല്ലേ. തന്ത്രം പോയിട്ട് നല്ലോണം വിളക്ക് പോലും കൊളുത്താൻ അറിയാൻ പാടില്ലാത്ത, നല്ലോണം തട്ടുടുക്കാൻ അറിയാൻ പാടില്ലാത്ത, ശരിയായ വിധാനം തത്തെന്തിനാ ഉടുക്കണേന്ന് അറിയാൻ പാടില്ലാത്ത, ഈ ഉത്തരീയം എന്ന് പറയുന്ന സാധനം എന്താണ്, അത് എന്തിനുപയോഗിക്കണു എന്നറിയാൻ പാടില്ലാത്ത, ഇതേതോ ഒരു കണ്ഠാഭരണമാണ്, ഇതൊരു ആഡംബര വസ്തുവാണ്, ഈ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ എന്ന് ഉപയോഗിക്കാൻ തോന്നി അതിനെ എടുത്ത് തോളയിലിട്ടുകൊണ്ട് അത് ഇടത്തോട്ടിടണോ വലത്തോട്ടിടണോ എന്നറിയാൻ പാടില്ലാത്ത തന്ത്രിമാർ പോലും വാഴുന്ന ഒരു സ്ഥലത്ത് ഈ തന്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും ഇവരെയൊക്കെ കണ്ടിട്ടാണ് തന്ത്രി എന്നൊക്കെ പലരെയും പറയണമെങ്കിൽ ആ തന്ത്രിക്ക് പോലും പലപ്പോഴും നാണക്കേടുണ്ടായി. അതുകൊണ്ട് ഗാനമേള നടത്തുന്നവർ അതുപോലും ഗാനമേള നടത്തുകാരും ചിലപ്പം ഇതിന്റെ ഈ പറഞ്ഞ ഉത്തരീയം ഇട്ടുകൊണ്ട് തൊട്ടടുത്ത കടയിൽ പൂജാ സാധനങ്ങൾ മേടിക്കാൻ പോണ ആളുകൾ വരെയുണ്ട്. അവരുടെയൊക്കെ പേര് തന്ത്രീനാ. സമൂഹത്തിൽ അവർ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള തന്ത്രിമാരാ. അങ്ങനെ പല തന്ത്രിമാരെയും നമ്മൾ പല ചാനൽ ചർച്ചകളിലൂടെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരെയും കേസിൽ പ്രതിയായിട്ട് കണ്ട തന്ത്രിമാരുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ആ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ സനാതനധർമ്മ വിശ്വാസികളുടെ നേരെയാണ് ഈ ഇത് പോകുന്നത്. അതിൻ്റെ കാപട്യങ്ങളുടെ നേരത്തിലെ പ്രതിരൂപങ്ങളാണ് ഈ പറയുന്ന ആളുകളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് താന്ത്രികത്തിലും തന്ത്രശാസ്ത്രത്തിലൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകുകയും ഇതൊക്കെ വിവാദ വിഷയങ്ങളായിട്ട് പലപ്പോഴും തന്ത്രിയുടെ സ്ഥാനവും ശാന്തിയുടെ സ്ഥാനവും ഒക്കെ മാറുന്നത്. തന്ത്രിമാരുടെ ജീവിതത്തിൻ്റെ അധപ്പതന കാലഘട്ടങ്ങളും അങ്ങനെയാണ്. തന്ത്രി എന്ന് പറയുന്നത് ഇത് ഗാനരാനുള്ള ഒരു കെട്ടുകഥകൾ മാത്രമാണ്. പലപ്പോഴും തങ്ങൾക്ക് തന്ത്ര അവകാശമുണ്ട്. ശബരിമല പോലെയുള്ള സ്ഥലത്ത് ആരാണ് തന്ത്രം ഉണ്ടാക്കിയത്, ആരാണ് അവിടെ തന്ത്രപ്രതിഷ്ഠ നടത്തിയത്, ആർക്കും അറിയില്ല. ചരിത്ര വസ്തുതകൾക്ക് പോലും അറിയാൻ പാടില്ല, വ്യക്തമായിട്ട് അറിയില്ല.
അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു കഥയായ ഈ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള പേരിൽ പരശുരാമൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ എഴുതി ചേർത്ത് തന്ത്രി, എന്നിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് അവകാശം തന്നു, അങ്ങനെ ഞങ്ങൾ തന്ത്രിയായി. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ആലോചിക്കാം. പരശുരാമനാണെങ്കിൽ പരശുരാമനാണ് തന്ത്രി. ആ തന്ത്രിസ്ഥാനം പിതൃസ്ഥാനാണെങ്കിൽ ഇപ്പോൾ കൈമാറാൻ പറ്റത്തില്ലല്ലോ, വേറൊരാൾക്ക് അവിടെ അവകാശപ്പെടാൻ പറ്റത്തില്ല. പരശുരാമൻ മാത്രമാണ്. പരശുരാമനും പരശുരാമന്റെ കുടുംബവും ഇല്ലാത്തടത്തോളം കാലം അവിടെ വേറൊരാൾക്ക് തന്ത്രാവകാശം ഇല്ലെന്നുള്ളതല്ലേ സത്യം. ഇതുപോലെ തന്നെ ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയതും ഗുരുവും വായുവും കൂടിയാണ്. ഒന്നെങ്കിൽ ഗുരുവിന്റെ കുടുംബക്കാർക്കും അല്ലെങ്കിൽ വായുവിന്റെ കുടുംബക്കാർക്കുമാണ് തന്ത്രാവകാശം ഉള്ളത്. പക്ഷെ ഇവർ പറയുന്നത് ഗുരുവിനും വായുവും കൂടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളാണ് ഇപ്പോൾ അവിടെ തന്ത്രി.